ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും അതുകൊണ്ട് ജാതകന് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നു. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള എല്ലാവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഗ്രഹദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിൻ്റെ നോട്ടം എന്നാണ് ജ്യോതിഷത്തിൽ അർത്ഥമാക്കുന്നത്. അങ്ങനെ നോക്കുന്നതിന് ഗ്രഹങ്ങൾക്ക് ദൃഷ്ടികളുണ്ടോ? ഇല്ല എന്നതാണ് അതിന് ഉത്തരം. സൂര്യനൊഴിച്ച് ബാക്കി 6 ഗ്രഹങ്ങളും അഥവാ ചന്ദ്രൻ, ബുധൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ, ശനി ഇതൊന്നും പ്രഭാഗോളങ്ങളല്ല. ഇവയൊന്നും പ്രകാശിക്കുന്ന ഗോളങ്ങളല്ല. ഇവയിൽ സൂര്യരശ്മി തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഗ്രഹങ്ങളും പ്രകാശിക്കുന്നു എന്ന് തോന്നുന്നതാണ്. ഈ ഗ്രഹങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന പ്രതിഫലന രശ്മികൾ ആ ഗ്രഹത്തിൻ്റെ പദാർത്ഥപരമായും ഭ്രമണപരമായും ദൂരമനുസരിച്ചുള്ള സ്ഥിതിപരമായും ഉള്ള വിവിധ അവസ്ഥകളെ ആശ്രയിച്ചുകൊണ്ട് ക്രൂര രശ്മികളെന്നും സൗമ്യ രശ്മികളെന്നും തോന്നിപ്പിക്കുന്നു അഥവാ സങ്കല്പിക്കപ്പെടുന്നു. മാത്രമല്ല, ആ രശ്മികളുടെ സൂക്ഷ്മാകർഷണ ചൈതന്യം നിശ്ചിത സ്ഥാനങ്ങളിൽ സദാ പ്രസരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനിലും ഈ സമാകർഷണ ശക്തി ചൈതന്യം അന്തർഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ശക്തി പ്രസരണങ്ങൾ പ്രത്യേകം ചില സ്ഥാനങ്ങളിൽ സ്ഥിരമായി പതിക്കുന്ന പ്രക്രിയകൾക്ക് ജ്യോതിഷത്തിൽ ഗ്രഹവീക്ഷണമെന്നും ഗ്രഹദൃഷ്ടിയെന്നും ഒക്കെ പേര് പറയുന്നു. ഇനി ഗ്രഹവീക്ഷണങ്ങൾ അഥവാ ഗ്രഹദൃഷ്ടിയുടെ സാമാന്യ ഫലം എന്താണെന്ന് നോക്കാം. സാധാരണഗതിയിൽ വ്യാഴം, ശുക്രൻ, ചന്ദ്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളെ ശുഭഗ്രഹങ്ങളെന്നും സൂര്യൻ, ശനി, ചൊവ്വ, രാഹു, കേതുക്കൾ ഇവരെ പാപഗ്രഹങ്ങൾ അഥവാ അശുഭ ഗ്രഹങ്ങൾ എന്നും പറയുന്നു. ജ്യോതിഷ ശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്ന ഭാവങ്ങളും ആ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും ജാതകന് ഗുണഫലങ്ങൾ അഥവാ ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യും. നേരെ മറിച്ച് പാപഗ്രഹങ്ങളുടെ വീക്ഷണമുണ്ടാകുന്ന ഭാവങ്ങളും അഥവാ രാശികളും ആ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും പൊതുവെ ദോഷഫലങ്ങൾ അഥവാ കഷ്ടഫലങ്ങളും പ്രദാനം ചെയ്യുന്നവകളും ആയിരിക്കും. ഇതാണ് സാമാന്യ നിയമമെങ്കിലും ഒരു പാപഗ്രഹത്തിൻ്റെ വീക്ഷണം കൊണ്ട് മാത്രം ദോഷഫലം പൂർണ്ണമായി ഉണ്ടാകുമെന്ന് ധരിക്കാനും പാടില്ല. വീക്ഷിക്കുന്ന ഗ്രഹവും വീക്ഷിക്കപ്പെടുന്ന ഗ്രഹവും തമ്മിലുള്ള ബന്ധം, അവ നിൽക്കുന്ന രാശികളുടെ സ്ഥിതി അഥവാ ഉച്ചമോ സ്വക്ഷേത്രമോ ബന്ധുക്ഷേത്രമോ നീചക്ഷേത്രമോ ശത്രുക്ഷേത്രമോ എന്നിങ്ങനെയൊക്കെയുള്ള സ്ഥിതികളും സ്വാധീനിക്കുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി ലഗ്നത്തിൻ്റെ ഏതേത് ഭാവങ്ങളിലാണെന്ന സ്ഥിതിയും പരിഗണിച്ചുകൊണ്ടാണ് ജ്യോതിഷത്തിൽ ഫലനിർണയം നടത്തുന്നത്. ആദ്യമായി വ്യാഴത്തിൻ്റെ അഥവാ ഗുരുവിൻ്റെ ദൃഷ്ടി ഏതേത് ഭാവങ്ങളിൽ ഉണ്ടാകുന്നുവോ ആ ഭാവങ്ങളും ആ ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളും ജാതകന് അനുകൂല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവയായിരിക്കും. എന്നാൽ ആ വ്യാഴത്തിന് അഷ്ടമഭാവത്തിൻ്റെ ആധിപത്യം ഉണ്ടാകുന്നത് ശുഭകരമല്ല. അഷ്ടമാധിപൻ്റെ ദൃഷ്ടി എപ്പോഴും ആപൽക്കരവും ദോഷകരവുമായി ബാധിക്കുന്നവയും ആയിരിക്കും. ഇനി ഗ്രഹങ്ങളുടെ പൊതുവേയുള്ള ദൃഷ്ടി പറയാം. രാഹു, കേതുക്കൾ ഉൾപ്പെടെ എല്ലാ ഗ്രഹങ്ങൾക്കും ഗ്രഹനിലയിൽ അവരവർ നിൽക്കുന്ന രാശിയുടെ
നേരെ എതിരെയുള്ള 7-ാം രാശിയിലേക്കും ആ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ഗ്രഹങ്ങളെയും ദൃഷ്ടി ചെയ്യുന്നു അഥവാ വീക്ഷിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവരവർ നിൽക്കുന്ന രാശിയുടെ 7-ാം രാശിയിലേക്ക് അഥവാ 7-ാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ഇതിന് സാധാരണ ദൃഷ്ടി എന്ന് പറയും. വ്യാഴത്തിന് താൻ നിൽക്കുന്ന രാശിയുടെ 7-ാം ഭാവത്തിലേക്കും അല്ലെങ്കിൽ 7-ാം രാശിയിലേക്കും ഇതിനു പുറമെ വ്യാഴം നിൽക്കുന്ന രാശിയുടെ 5-ാം രാശിയിലേക്കും 9-ാം രാശിയിലേക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ഇതിന് പ്രത്യേക ദൃഷ്ടി എന്നാണ് പറയുന്നത്. ചൊവ്വയുടെ ദൃഷ്ടി താൻ നിൽക്കുന്ന രാശിയുടെ 7-ാം ഭാവത്തിലേക്കുള്ള സാധാരണ ദൃഷ്ടിക്ക് പുറമെ 4, 8 ഭാവങ്ങളിലേക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അടുത്തതായി ശനിയുടെ ദൃഷ്ടി. ശനി നിൽക്കുന്ന രാശി തൊട്ട് 7-ാം രാശിയിലേക്കുള്ള സാധാരണ ദൃഷ്ടിക്ക് പുറമെ 3, 10 എന്നീ ഭാവങ്ങളിലേക്കും ശനിക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. രാഹുവിന് താൻ നിൽക്കുന്ന രാശിയുടെ 7-ാം ഭാവത്തിലേക്കുള്ള സാധാരണ ദൃഷ്ടിക്ക് പുറമെ 2-ാം ഭാവത്തിലേക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട്. എന്നാൽ 5-ാം ഭാവത്തിലേക്കും 3, 11 എന്നീ ഭാവങ്ങളിലേക്കും പൂർണ്ണമായ ദൃഷ്ടിയുണ്ടെന്ന് ആചാര്യന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. പൂർണ്ണമായ ദൃഷ്ടിയുടെ കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അതായത് ഗ്രഹങ്ങളുടെ പൂർണ്ണമായ ദൃഷ്ടി. എല്ലാ ഗ്രഹങ്ങൾക്കും 7-ാം ഇടത്തേക്ക് ദൃഷ്ടിയുണ്ട്, പൂർണ്ണമായ ദൃഷ്ടി. വ്യാഴത്തിന്, ചൊവ്വയ്ക്ക്, ശനിക്ക് 7-ാം ഭാവത്തിലേക്ക് മാത്രമല്ല മറ്റ് 2 ഭാവങ്ങളിലു കൂടി ഈ 3 ഗ്രഹങ്ങൾക്കും ദൃഷ്ടിയുണ്ട്. അതാണ് മേലെ പറഞ്ഞു വന്നത്. ഇതിനു പുറമെ ഗ്രഹങ്ങൾക്ക് മുക്കാൽ ദൃഷ്ടി, അരദൃഷ്ടി, കാൽ ദൃഷ്ടി എന്നിങ്ങനെയും ദൃഷ്ടികളുണ്ട്. അവയൊക്കെ ഗ്രഹനിലയുടെ സൂക്ഷ്മമായ വിശകലനത്തിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നതിനാൽ വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നില്ല. ഗ്രഹങ്ങളുടെ ദൃഷ്ടികളെ സംബന്ധിച്ച് പറഞ്ഞ ഈ വീഡിയോ ഏറ്റവും ലളിതമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗ്രഹനില നോക്കി ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന് വളരെ എളുപ്പത്തിൽ ശ്രമിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. സംശയമുള്ളവർ 2, 3 പ്രാവശ്യം വീഡിയോ ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ്. തലക്കുറി, ജാതകം, പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ എല്ലാവിധ ജ്യോതിഷ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.